അങ്ങനെ വളകാപ്പിനെന്ന് രാവിലെ തന്നെ റെഡിയായി ചേച്ചിയെ പിക്കാൻ കാട്ടാക്കട ബ്യൂട്ടി ബ്രൈറ്റ്സിലോട്ടാട്ടോ പോയത്. ചേച്ചിയുടെ സാരി ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പ് ഒക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഇവന്റിന്റെ മൊത്തം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് വിപിൻ ചേട്ടനായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ ത്രൂ ഔട്ട് എല്ലാ ഫോട്ടോസും നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ തട്ടിക്കൂട്ടി കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത് ഞങ്ങളുടെ ഡെക്കറേഷന്റെ ഫൈനൽ ഔട്ട്കം ഇതായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്. പിന്നെ ഈ വളകാപ്പിന്റെ മെയിൻ അട്രാക്ഷൻ ഇവർ രണ്ടുപേരും കേട്ടോ. ചേട്ടൻ സൗദിയിലായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പരിപാടിയും വീഡിയോ കോളിലൂടെ ആയിരുന്നു കേട്ടോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കുഞ്ഞു പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചേച്ചിക്ക് ഓരോ പലഹാരം കൊണ്ടുകൊടുത്തു. അവസാനം അമ്മയും അച്ഛനും കൂടി എല്ലാ പലഹാരം ഇങ്ങനെ കുറേശ്ശെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ചേച്ചിക്കല്ല, കുഞ്ഞാവയ്ക്കട്ടോ ഈ പലഹാരം എല്ലാം കൊടുക്കുന്നത്. പിന്നെ ആദ്യം വന്ന് ചേച്ചിക്ക് മധുരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ടും വന്ന് മധുരം കൊടുക്കുകയും വള കയ്യിലിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാള് ഈ പലഹാരമൊക്കെ എങ്ങനെ അടിച്ചു മാറ്റുന്ന കേട്ടോ നോക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഫോട്ടോസ് പോലും മിസ്സാക്കാണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവയുടെ അമ്മാമ്മമാരുടെ സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും മെയിൻ ഗ്യാങ് ഇതില്ല കേട്ടോ, ഇനി കുറച്ചുപേരും കൂടി ഇതിലോട്ട് ജോയിൻ ചെയ്യാനുണ്ട്. പിന്നെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.